ചെയ്യാം, പൊസിഷൻ കറക്റ്റ് ചെയ്യാം. എന്ത് ചെയ്യുക, സ്വൈപ്പ് ചെയ്ത് തീ അണഞ്ഞ് നിർത്തി. നീ നിങ്ങളത് ചെയ്താണ്. ഒന്നോടൊന്ന് തീ കൊടുക്കാമോ? എടുക്കാൻ പറ്റുമോ അല്ലേ? ഒന്ന് തീ കൊടുക്കാമോ? റിലാക്സ് ആയിട്ട് ചെയ്യാം. ഏത് കൈയാണ് പക്ഷെ അത് വെച്ച് ജസ്റ്റ് എയിം ചെയ്യുക, സേഫ് ആയിട്ടിരിക്കുക. ഒരു അടുത്ത് എല്ലാം കുഴപ്പമില്ല. ചെയ്തോളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. കുറച്ച് വെള്ളം തരട്ടെ, ഒന്ന് കൈ അടിക്കുക. ഇനി ആവശ്യം വേണം ചെയ്യാലോ. ഇത് എവിടെ വേണമല്ലോ, ഇതൊന്നും ആയിരിക്കുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് ഒരെണ്ണത്തെ നിൽക്കില്ല. ചിലപ്പോൾ 1, 2, 3, 5, 8, 10 പൊട്ടിക്കേണ്ടി വരും. പക്ഷെ സേവ് ചെയ്യുന്ന വലിയൊരു, നമ്മൾ എന്താ സേവ് ചെയ്യുന്നതെന്ന് ആലോചിച്ചു. ആളുകളുടെ ജീവൻ സ്വത്തല്ല. അടുത്ത ആൾ വരും പ്ലീസ്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഇതാണ് നോക്കണേ. കുഴപ്പമില്ല, ഒരു പ്രൊഫഷണലിസം വേണം ഏതൊരു കാര്യം. കമ്പനിയെ റെപ്രസെന്റ് ചെയ്ത് ആരെങ്കിലും ഒന്ന് വരുന്നത് നല്ലതാണ്. കാര്യം ഒരു എമർജൻസിയിൽ നമ്മളിപ്പോൾ ഇത് കേട്ട് ഇത് തിയറി മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആവും. മനസ്സിലായോ? എന്താ കുഴപ്പം മനസ്സിലായോ? അറിയണം. അതെ, ഇദ്ദേഹം വരും. അത് അതിനെടുത്ത് ആ പിന്നെ ഒഴിയിട്ടുണ്ടാ പിന്നിട്ട് പിന്നെ നീട്ടാരാ CO2 extinguisher ആണ് ഇപ്പൊ ഉപയോഗിക്കാൻ പോകുന്നത്. നോക്കൂടാ, അതിന് ലെന്ത് കൂടുതലാണ് അല്ലേ? കോൾഡ് ബേൺ കേട്ടിട്ടുണ്ടോ? കോൾഡ് ബേൺ എന്താണ്? കോൾഡ് ബേൺ ബേൺ എന്ന് പറഞ്ഞാൽ എന്താ? പൊള്ളൽ അല്ലെ? ടു ബേൺ അല്ലെ? എന്തിനും കത്തിക്കുക. അപ്പൊ നമ്മുടെ ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ അഗ്നിബാധയിൽപ്പെട്ട എന്ത് സംഭവിക്കും? 3 തരത്തിലുണ്ട്. 1st ഡിഗ്രി, 2nd ഡിഗ്രി, 3rd ഡിഗ്രി അല്ലേ? ശരിയല്ലേ? അല്ലെ? എപ്പിഡെർമിസിന് മാത്രമാണെങ്കിൽ എന്താണ്? 1st ഡിഗ്രി ആണ്, ചെറിയ നീറ്റലും പോകച്ചിലും. 2nd ഡിഗ്രി കുറച്ചൊരു ഉള്ളിലേക്ക് പോകും. 3rd ഡിഗ്രി ആകുമ്പോൾ പേശി ഒരുപാട് ആഴത്തിലേക്ക് പോകും. അപ്പൊ 3 തരത്തിലാണ്. അതിന് വിപരീതമാണ് കോൾഡ് ബേൺ അല്ലെ? നൈട്രോജനസ് മാത്രമാണ് നമ്മുടെ ശരീരം അല്ലെ? ഒരു മിനിമം ടെമ്പറേച്ചറിൽ താഴെ പോയി കഴിഞ്ഞാലും ഇതേ ഇഫക്റ്റ് തന്നെയാണ്. കോൾഡ് ബേൺ എന്ന് പറയും. ഈ നിങ്ങളിത് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഈ ഇതിനകത്ത് ഗ്യാസ് അല്ലെ? നമ്മൾ ഏതൊരു സാധനം എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ചൂട് വേണം, വേണ്ടേ? ഇതിനകത്ത് ആ സൗണ്ടാണ്. അതുകൊണ്ടാണ് ഡിസ്ചാർജ് ഹോൺ എന്നാണ് അതിന് പറയാ. ഡിസ്ചാർജ് ഹോൺ, HORN ഹോൺ. കാരണം ഈ സൗണ്ട് വരുന്നുണ്ടാ. എന്തിനാ ഷേപ്പ് എന്നറിയാമോ? ഇതിനകത്ത് കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെ? പുറത്തേക്ക് ഒരു എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ചൂട് വേണം. ചൂട് അതിന്റെ ചുറ്റുപാടുന്ന് വലിച്ചെടുക്കും. അപ്പൊ അങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് സംഭവിക്കും അവിടുത്തെ ചൂട് കുറയും, തണുക്കും. അപ്പൊ അത് മെറ്റൽ പാർട്ട് എവിടെയല്ല. നിങ്ങളിപ്പോ ആ അടുത്തിരിക്കുന്ന മെറ്റൽ പാർട്ടിൽ തൊട്ട് നോക്കിയേ. ജസ്റ്റ് നട്ടിൽ തൊട്ട് നോക്കും. നട്ടിൽ അവിടെ താഴെ സിലിണ്ടറിന്റെ അവിടെ നല്ല തണുപ്പായിരിക്കും അല്ലെ? ചൂട് വലിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരമായിട്ട് കോണ്ടാക്ട് ആയിട്ടിരിക്കുകയാണെങ്കിൽ ശരീരത്തിന്റെ ചൂട് വലിച്ചെടുക്കും. എന്ത് സംഭവിക്കും? ഫ്രീസ് ആയി പോകും, നശിച്ചു പോകും അത്രയും ഭാഗം. അതിന് കോൾഡ് ബേൺ എന്ന് പറയും. നമ്മുടെ അതിർത്തിയിലൊക്കെ സേവനം ചെയ്ത പട്ടാളക്കാർക്ക് പലപ്പോഴും കാല് വിരലുകളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ചെല്ലേണ്ടി വരും. നമ്മളെ അറിയാത്ത കാലം കശ്മീരിലൊക്കെ നിങ്ങൾ കേട്ടില്ലേ? കോൾഡ് ബേൺ എന്ന് പറയും. സെർച്ച് ചെയ്യാം, കിട്ടും. ഫ്രോസ്റ്റ് ബൈറ്റ് എന്നൊരു സംഭവം. ഫ്രോസ്റ്റ് ബൈറ്റ് അത് നോക്കാം. അതിൽ വെളുത്ത പൊടി പോലെ പറന്നു വരുന്നത് കണ്ടോ? അതാണ് ഡ്രൈ ഐസ്. അത് നേരിട്ട് കാർബൺ ഡയോക്സൈഡ് ആയി മാറും. കാർബൺ ഡയോക്സൈഡിന്റെ പ്രത്യേകത എന്താ? ഹെവിയർ ദാൻ അറ്റ്മോസ്ഫിയർ ആണ്. അന്തരീക്ഷവായുവിനേക്കാൾ സാന്ദ്രത കൂടിയതാണ്. എപ്പോഴും ഗ്രൗണ്ട് ലെവലിലായിരിക്കും കാണും, ഒരു 2 അടി ഹൈറ്റിൽ. അപ്പൊ ആ CO2 എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിച്ച് നോക്കി. ഇനി ഫോം എക്സ്റ്റിങ്ക്യൂഷർ ഉണ്ട്. അതായത് നമ്മൾ ഡീസൽ സ്റ്റോറേജ് ഒക്കെ കൂടുതലുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ലിക്വിഡ് ഫയറിന്റെ ചാൻസ് ഉള്ള സ്ഥലങ്ങളിൽ, നിങ്ങൾ റിഫൈനറികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഉപരിതലത്തിന് മേലെ കിണർ പോലെ ഒരു സംഭവം കണ്ടിട്ടുണ്ടാവും. ഏവിയേഷൻ സ്പിരിറ്റ് സംഭരിക്കുന്നത്. അതിലൊക്കെ ഫോം സിസ്റ്റം ഉണ്ട്. അതുപോലെ ഫോം എക്സ്റ്റിങ്ക്യൂഷർ ഉണ്ട്. അതിപ്പോ നമ്മളിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന 2 എക്സ്റ്റിങ്ക്യൂഷർ ഏതൊക്കെയാണ്? ABC ടൈപ്പ്, ഡ്രൈ കെമിക്കൽ പൗഡർ ടൈപ്പും കാർബൺ ഡയോക്സൈഡ് എക്സ്റ്റിങ്ക്യൂഷറുമാണ് കേട്ടോ. ഇത് പല തരത്തിലുള്ളതുണ്ട്.
എക്സ്റ്റിങ്വിഷർ എടുക്കാൻ ചെല്ലുമ്പോൾ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്നതാണ് നോക്കി എടുക്കുക, നമുക്ക് കളയരുത്. ഇനി എടുത്തോണ്ട് പോകുന്ന രീതിയൊക്കെ ഉണ്ട്. ഹെൽമെറ്റ് വേണം, ഹെൽമെറ്റ് വെക്കാതെ ഉപയോഗിക്കുന്നതാണ്. ഹെൽമെറ്റ് ഉണ്ടോ? ഒരു ഹെൽമെറ്റ് തരുമോ? ഈ ബിൽഡിംഗിലെ സിസ്റ്റം ഏതെങ്കിലും കാരണവശാൽ പരാജയപ്പെട്ടാൽ പുറത്തുനിന്ന് വരുന്ന ഫയർ ടെൻഡർ ഇതിലേക്ക് ഫീഡ് ചെയ്യും. എന്നിട്ട് ഫയർ ഫൈറ്റിംഗ് ഫയർ ബ്രിഗേഡിലേക്ക് പറയും FTA. ഇതൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന രീതിയുണ്ട്, ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് കണ്ടു നോക്കാം. കെയർഫുൾ ആയിരിക്കണം, ഇല്ലെങ്കിൽ ആള് മരിച്ചു പോകും. അത്ര ഹെവിയാണ് ഇതിന്റെ എക്യുപ്മെന്റ്സ്. ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. നമ്മൾ ഇത് എടുക്കണമെങ്കിൽ ജസ്റ്റ് ഇതാ ഒരു പ്രൊഫഷണൽ ആയിട്ട് നേരെ എടുത്തിട്ട് നമ്മളിങ്ങനെ അടിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യാം, പിടിച്ചോണ്ട് പോവാം. ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ എവിടെയെങ്കിലും കണക്ട് ചെയ്യും. ഇട്ടോണ്ടങ്ങ് പോവാ. എവിടെയെങ്കിലും ചുളി ഉണ്ടോ നോക്കിയാ? ബ്രാഞ്ച് എടുത്തോണ്ടോ പ്ലീസ്. അവിടെ ഇരിക്കുന്ന ബ്രാഞ്ച് പൈപ്പ് എടുത്തോണ്ട് വന്നേ ആരെങ്കിലും ഒരാള്. ഇതെന്താണ്? അല്ല ഇതിനി കണക്ട് ചെയ്യണ്ട, ഇത് ഇൻസ്റ്റന്റേനിയസ് ആണ്. ഇതിനൊരു രീതിയുണ്ട്. കറക്റ്റ് കാല് മുമ്പോട്ട് വെച്ച് കൈ വെച്ചിട്ട് ഉണ്ടോ, കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് റെഡി ആയിട്ട് ഹൈഡ്രന്റ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? വെള്ളം വരും. ഇത് പിടിക്കണം നിൽക്കണ രീതിയുണ്ട്. നേരെ ബ്രാഞ്ച് ഹോൾഡ് ചെയ്യുന്ന രീതി, നേരെ കാലൽപ്പം തുറന്നിടുന്നു, നേരെ ഹോൾഡ് ചെയ്യുന്നു, ലോക്ക് ചെയ്യുന്നു, ഇവിടുന്ന് മൂവ് ചെയ്യും. എന്തിനാ ഇങ്ങനെ പിടിക്കണമെന്നറിയാമോ? എന്തിനാ ഇങ്ങനെ പിടിക്കണേ? രണ്ടാമത് ജെറ്റ് റിയാക്ഷൻ എന്ന് പറയും. ന്യൂട്ടന്റെ 3ാം ചലന നിയമം. ആശയില്ലാത്ത പറയണ്ട അല്ലേ? ഓട്ടെ. എങ്ങാനും പിടിവിട്ട് പോയാൽ ഇത് എന്ത് സംഭവിക്കും? മേലേക്ക് പോവുള്ളൂ. കണ്ടോ? നേരെ കുറച്ച് ഇങ്ങനെ പിടിച്ചാൽ എന്ത് സംഭവിക്കും? നേരെ വന്ന്, മനസ്സിലായോ? ആള് മരിച്ചു പോകും. ഒന്ന് പിടിച്ചു നോക്കേ, വെറുതെ പിടിച്ചു. എങ്ങനെയുണ്ട്? ഇതുകൊണ്ട് തലക്കൊരു അടി കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? പിന്നെ ഒന്നും പറയേണ്ടി വരില്ല. അതുകൊണ്ട് കറക്റ്റ് ഹോൾഡിങ് ആയിരിക്കണം. അപ്പോൾ പുറകിലാണ് സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ ആയിരിക്കണം പിടിക്കേണ്ടത്. ഓക്കെ, ഒരു കാരണവശാലും പിടിവിടാൻ പാടില്ല. ഇങ്ങനെ ഇതാ ഇപ്പോൾ ഒരാളെ കൂട്ടിക്കൊണ്ടുവരും. നിസാമെന്നാണ്, വേറെ KBPSC ക്ലാസ് എടുത്തിട്ട് വരിക പുള്ളിയുടെ കൈ ഇവിടെ വെച്ച് ബ്രേക്ക് ആയിപ്പോയി. 1.5 മാസം ആശുപത്രിയിലായിരുന്നു. എന്താ സംഭവം അറിയാമോ? ഇതിങ്ങനെ ചുറ്റി കിടന്നു. ഇതുപോലെ വെള്ളം കയറി വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ചുറ്റെല്ലാം കൂടെ ഇവിടെ വന്നപ്പം ഇതങ്ങ് കറങ്ങി. ഇത് കറങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇങ്ങനെ ഇരിക്കുകയല്ലേ, എവിടെ വന്ന് അടിക്കും? ഒറ്റടി എല്ല് ബ്രേക്ക് ആവും. ഇതിൽ പ്രഷർ എത്രയാണെന്ന് അറിയാമോ? പ്രഷർ എന്നൊരു കൺസെപ്റ്റ് പറയാം. പ്രഷർ എന്താ? പ്രഷർ എന്താ? സിസ്റ്റോളിക് പ്രഷർ, ഡയസ്റ്റോളിക് പ്രഷർ എന്താണ്? ഫസ്റ്റ് എയ്ഡ് കൊണ്ട് ഇതിനകത്ത് എന്താണ്? ഹൃദയം അല്ലേ? പ്രഷർ വീട് നമ്മൾ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പ്രഷർ നോക്കില്ല അല്ലേ? നമ്മുടെ ഹൃദയം മിടിക്കുന്നുണ്ട് അല്ലേ? അല്ലേ? ശരിയല്ലേ? മിടിക്കുന്നില്ല ആരുടെ? പക്ഷെ എന്താണ് ആർക്ക് ഹൃദയം ഇല്ലേ? ഉണ്ട്. അപ്പൊ അതിനൊരു പ്രഷർ ഉണ്ട് അല്ലേ? ഒരു എക്യുപ്മെന്റ് വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനത്തിന് ടയറിൽ എന്തുണ്ട്? ആ ടയർ അല്ലെ എയർ പുറത്തേക്ക് പോയാൽ എന്ത് സംഭവിക്കും? ഒരു വണ്ടി ഓടുക. നമുക്ക് എയറിനോട് ഒരു ബഹുമാനമല്ല, വിലയില്ല. പക്ഷെ ആ എയർ ടയറിലില്ലെങ്കിൽ വണ്ടിയുടെ വില സീറോ. ഉപയോഗം നടക്കുക. ചോദ്യം, ഇപ്പൊ ഇവിടെ നിന്ന് രാവിലെ ഈ നേരം വരെ നിങ്ങൾ എന്തുമാത്രം എയർ വലിച്ചു കയറ്റി? ഇതൊരു ആശുപത്രി ചെന്ന് സിലിണ്ടറിൽ കയറ്റണമെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും? മനസ്സിലായോ? അപ്പൊ ഏതെങ്കിലും നിങ്ങളെ അലർട്ടാക്കാൻ വേണ്ടി അത്രയും വായുവിന് അതിൻ്റെതായ വിലയുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ വിലയുണ്ട്. ഓക്കെ, പ്രഷർ
ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് പ്രഷർ. ഒരു നിശ്ചിത സ്ഥലത്ത് 1 സെന്റിമീറ്റർ നീളം 1 സെന്റിമീറ്റർ വീതി ഉള്ള ഒരു സ്ഥലത്ത് അനുഭവപ്പെടുന്ന ബലം. നമ്മുടെ അന്തരീക്ഷം പ്രയോഗിക്കുന്ന ബലം എന്ന് പറയുന്നത് 1 ബാർ പ്രഷർ, അതാണ് ഏകകം. 76 മില്ലിമീറ്റർ മെർക്കുറിയുടെ ഭാരം, അതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. 1 ബാർ പ്രഷർ. നമ്മുടെ വാഹനത്തിന്റെ ടയറിലെ പ്രഷർ എത്രയെന്ന് അറിയാമോ? നിങ്ങൾ തന്നെ ഈ പ്രഷർ ചെക്ക് ചെയ്യാൻ 32 PSI എന്ന് കേട്ടിട്ടുണ്ട്. എന്താണത്? 30 PSI. നമ്മുടെ ആൾട്ടോ പോലുള്ള ചെറിയ കാറുകൾ, ബൈക്കുകളിൽ എന്താണ് 30 PSI മുതൽ 32 PSI പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ചാണ്. അത് ഏതാണ്ട് 1.75 1.8 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 1 സെന്റിമീറ്റർ വീതിയുള്ള സ്ഥലത്ത് 1 കിലോ അല്ലെങ്കിൽ 2 കിലോ ഭാരം, അതാണ് അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത്. ഒരു ആശയം പിടികിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഇനി ഈ എക്സ്റ്റിങ്ക്യൂഷൻ ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചില്ലേ, അതിലെ പ്രഷർ എത്രയെന്ന് അറിയാമോ? 18 ബാർ പ്രഷർ ഉണ്ടാവും. നമ്മൾ പൊട്ടിച്ച എക്സ്റ്റിങ്ക്യൂഷർ. അപ്പൊ ബലൂൺ പൊട്ടുന്ന പോലെ പൊട്ടുന്ന ഒരു സാധനമാണ് ഏത്? ഫയർ എക്സ്റ്റിങ്ക്യൂഷർ. അതാണ് അതിന്റെ അപ്പുറം ഇപ്പൊ റെഡ് നടുക്ക് ഗ്രീനും ഞാൻ പറഞ്ഞത് എന്തിനാണ് മനസ്സിലായോ? ലെഫ്റ്റ് സൈഡിലെ ഗ്രീൻ ആണെങ്കിൽ ഡിസ്ചാർജ് ആവില്ല, റൈറ്റ് സൈഡിലെ ഗ്രീൻ ആണെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പച്ചയെ തന്നെ ആയിരിക്കണം എപ്പോഴും നീഡിൽ. ഒന്ന് ഇവിടെ 6 kg ആണ് ഈ ഹൈഡ്രജൻ ലൈൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രഷർ. നമ്മുടെ ഇവിടെ കിടക്കുന്ന ആ കാറുകളിലേക്ക് ടയർ ഒരു 2.5 kg പ്രഷറേ ഉള്ളൂ. അതിന്റെ എത്ര ഇരട്ടിയാണ്? അതായത് ഒരു ടണ്ണ് 2 ടണ്ണ് ഭാരമുള്ള ഒരു കാറിനെ താങ്ങുന്നതിന്റെ എത്ര ഇരട്ടിയാണ് ഇതിലെ പ്രഷർ? നിങ്ങൾക്ക് അതിന്റെ കൺസെപ്റ്റ് പിടി കിട്ടിയോ? അത്രമാത്രം ഊർജ്ജത്തോടുകൂടിയാണ് വെള്ളം പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടുന്ന് ഒരു 30 മീറ്റർ ഡിസ്റ്റൻസിലേക്ക് ജെറ്റ് കിട്ടുന്നത്. അത് മനസ്സിലാക്കുക. പ്രൊഫഷണൽ ആയിട്ടുള്ളവർ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. കെയർഫുൾ ആയിരുന്നു. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? ഇതോടുകൂടി നമ്മുടെ ക്ലൈമാക്സ് ആണ്. കൂട്ടപ്പരിച്ചിലാണ്, തൃശ്ശൂർ പൂരത്തിന്റെ കൂട്ടപ്പരിച്ചിലില്ല, അതുപോലെ ഒരു ഡെലിവറി റോസ് കൂടി ഇടണമെന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ സ്പേസ് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ നിന്നോളാം, പോകാനുള്ള സ്പേസ് കൊടുക്കാം. പമ്പിലൂടെ ആണല്ലോ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ വേണം, ഫോൺ ലൈവ് ആയിരിക്കണം. പമ്പ് ഇവിടെ വലിയ പ്രശ്നമില്ല. ഇത് കട്ട് ചെയ്തോളൂ, ചെയ്തോളൂ. അതെ തീർന്നല്ലാന്ന് നോക്കിയേ തീർത്തിട്ട് നമ്മളിവിടെ ഇപ്പൊ ഇനി ഇൻസ്റ്റന്റേനിയസ് ആണ് ഇതിന്റെ കപ്ലിംഗ്, മെയിൽ ആൻഡ് ഫീമെയിൽ. അത് കട്ട് ചെയ്തു. അടുത്ത ഡെലിവറി ഹോസ് ഇപ്പൊ എടുക്കാം, നോക്കോളൂ. അത് കട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് കൊടുക്കണേ. ഇതൊക്കെ ഞങ്ങൾ വന്ന് ചെയ്യുമ്പോഴേ നിങ്ങൾ എന്തെങ്കിലും എവിടെ വെള്ളമുള്ള എന്തെങ്കിലും പറഞ്ഞു തന്നാൽ മതി, നമുക്ക് അത്ര സഹായം മതി, ബാക്കി നമ്മൾ ചെയ്തോളാം. ഓക്കെ, അവിടെ വരെ എത്തിക്കഴിഞ്ഞു. ഇത് നമുക്ക് എവിടെ വരെ വേണമെങ്കിലും എത്തിക്കാൻ പറ്റും. 15 മീറ്റർ ആണ് ഒരു ഹോസിന്റെ ലെങ്ത്. നോക്കോളൂ. ആ വട്ടയൊക്കെ നിൽക്കുന്നില്ല, ആ ഒരു ഡയറക്ഷനിലെ റോട്ടിൽ പോയി ആള് വന്ന് ചീത്ത വിളിക്കരുത് ആ രീതിയിൽ. ഇതിന്റെ നിങ്ങൾ നോക്കൂല എത്രമാത്രം മുകളിലേക്ക് പോകുന്നു. ഓക്കെ, കുറേശ്ശെ ചാർജ് ചെയ്യാം. അവിടെ ഒന്ന് നിൽക്കണേ. ഹൈഡ്രജന്റെ അടുത്ത ഒരാൾ വേണം. അതെ, ഒരു മിനിറ്റ് സാറേ, ഞാൻ പറഞ്ഞോ. ഓക്കെ, കുറേശ്ശെ ആ ഹോൾഡിങ് കറക്റ്റ് ചെയ്തേ പ്ലീസ്. ഓഫ് 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 പറയട്ടെ. ചാർജ് ചെയ്യില്ലേ? ഒരു മിനിറ്റ്. ടോട്ടല്ലേ അത് അപ്രതീക്ഷിതമായിരുന്നു. കറക്റ്റ് ആയി, ഒറിജിനൽ ഡ്രില്ലായി. ചാർജ് ചെയ്യട്ടെ.
ഞാൻ ഇടയ്ക്കൊരു ചോദ്യം ചോദിച്ച് നിർത്തിയായിരുന്നു. ഒരു ഫയർ ടെൻഡറിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടാവും അറിയാമോ? 4500. ഇത് 1 മിനിറ്റിൽ എത്ര ലിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്ന അറിയാമോ? ഒരു 4500 1800 സമയം 2.5 റിസൾട്ട് 2.5. അതിൽ ഫയർ ടെൻഡറിലെ വെള്ളം കാലിയാവാൻ എത്ര സമയം വേണം? ഈ 2.5 മിനിറ്റിനുള്ളിൽ നമുക്ക് എന്ത് വേണം? ഫീഡിങ് കിട്ടണം. അതിനാണ് ആ സാധനം കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ അതിന്റെ പ്രഷർ മനസ്സിലായോ? ഡിസ്ചാർജ് മനസ്സിലായോ? ഒരു ബക്കറ്റ് വെള്ളം എത്രയാണ്? ഈ 1800 ലിറ്റർ പെർ മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് എത്ര ലിറ്റർ ആയി? ഒരു മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട്? നമ്മുടെ നാട്ടിൽ 60ആണ്. ഇവിടെ അങ്ങനെ തന്നെയല്ലേ? അപ്പൊ എത്രയായി? 6 3 18. ഒരു സെക്കൻഡിൽ 30 ലിറ്റർ വെള്ളം. ഒരു സെക്കൻഡിൽ 30 ലിറ്റർ വെള്ളം. ഒരു സെക്കൻഡിൽ 30 ലിറ്റർ വെള്ളം സമയം എത്ര കിലോയാ? 30 കിലോ ആണോ? അതിലെ ഹാഫ് ഓഫ് മാസ് ഇൻടു വെലോസിറ്റി സ്ക്വയർ ഇട്ടെന്ന് കുടിച്ചു നോക്കിയേ. അത്ര എനർജിയാണ് നോസിൽ റിയാക്ഷൻ. ഞാൻ ജെറ്റ് റിയാക്ഷൻ പറഞ്ഞില്ലേ? നിങ്ങൾക്ക് എന്നെ വ്യക്തമല്ല. 30 കിലോ ഉള്ള കല്ലെടുത്ത് നിങ്ങൾ എറിയാം. പറ്റുമോ നിങ്ങളെ കൊണ്ട്? അപ്പൊ എത്ര 30 കിലോ ഹാഫ് ഓഫ് മാസ് ഇൻടു മാസ് എത്രയാ? 30. വെലോസിറ്റി എത്രയാ? വാട്ടർ ഡിസ്ചാർജ് കണ്ട ഇത് പക്ക എഞ്ചിനീയറിംഗ് ആണ്. അതായത് ഹൈഡ്രോളിക്സ് നല്ല ഭംഗിയായിട്ട് പഠിച്ചാലേ, അതായത് ബെർണോളിയസ് തിയറവും ടർബുലന്റ് ഫ്ലോയും അങ്ങനെയുള്ള കാര്യങ്ങൾ കുറെ കാര്യങ്ങളുണ്ട്. സ്ട്രീം ലൈൻ ഫ്ലോ, ടർബുലന്റ് ഫ്ലോ എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യം. നമ്മൾ ഈ ജോലി എളുപ്പമല്ല, കറക്റ്റ് കാൽക്കുലേഷനാണ്. വെള്ളം തീരാൻ പാടില്ല. അതായത് ഫയർ എഞ്ചിനീയറിംഗ് ആണ്, ശരിക്കും എഞ്ചിനീയറിംഗ് ആസ്പെക്ട് ആണ്. നമ്മൾ അത്ര നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമുക്കതിൽ വിജയിക്കാൻ പറ്റും. അതുകൊണ്ട് ഫയർ സർവീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൊഫഷണലാണ്, പ്രൊഫഷണലിസത്തോടു കൂടിയ സർവീസാണ്. ഓക്കെ, അത് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ ഒരു ഫയർ ടെൻഡറിൽ ആകെ 4000 ലിറ്റർ വെള്ളമുള്ളൂ. വെള്ളം ആവശ്യം എവിടുന്ന് കിട്ടും നോക്കാൻ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി, സിവിൽ ഡിഫൻസ് വോളണ്ടിയർ എന്ന സംവിധാനമുണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണേ. അതായത് ഫയർ സർവീസിനെ കൊണ്ട് മാത്രം നമുക്ക് കേരളത്തിലെ മുഴുവൻ ഇത്തരം ആസ്പെക്റ്റുകളെ കവർ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് ബാക്കപ്പ് ആക്കിക്കൊണ്ട് നിങ്ങളെ പോലുള്ളവരെയും താല്പര്യമുള്ള ആളുകളെ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ സ്റ്റേഷനുകളിൽ ഇതുപോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പരിശീലനം കൊടുത്ത് ഒരു സിവിൽ ഡിഫൻസ് വോളണ്ടിയർ ആയ യൂണിഫോം ഒക്കെ നിർത്തും. അതായത് നമ്മൾ പറഞ്ഞില്ലേ, നമ്മളൊരു എന്താ പറയാ പ്രതിബദ്ധ എന്നൊക്കെ പറയും അല്ലേ? ആ സാമൂഹ്യ പ്രയോഗത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് വോളണ്ടറി സർവീസ് ചെയ്യാനുള്ള അവസരമാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുക. നിങ്ങൾ തൊട്ടടുത്തുള്ള ഫയർ സ്റ്റേഷനിൽ പറ്റുമെങ്കിൽ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ അങ്ങോട്ട് ചെന്നില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നിങ്ങളുള്ള സ്ഥലത്ത് എന്തെങ്കിലും എമർജൻസി ഉണ്ട്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതാണ് ലക്ഷ്യം. അതായത് പഠിപ്പിക്കുക. അങ്ങനെ ഒരു സംവിധാനം കൂടി ഇതിലുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ സമയം ഏകദേശം ആയിട്ടുണ്ടാവും. എത്രയായി? ഓസ്ട്രീലോസ് അതിന്റെ ഇതെവിടെ പോയി? ബ്രാഞ്ച് ഉണ്ടോ? ഇനി ഇപ്പൊ നിങ്ങൾ കണ്ടു ഒരു പ്രൊഫഷണൽ ഫയർ ഫൈറ്റിംഗ് ആണ്. ഇനി അവർ ഒരു കറുത്ത പൈപ്പ് അദ്ദേഹം ഇപ്പൊ കൊണ്ടുവന്നേക്കുന്നത് കണ്ടോ? നിങ്ങളുടെ എല്ലാ നിലകളിലും ഒരു ഡ്രമ്മിൽ ചുറ്റി വെച്ചിരിക്കുന്നുണ്ടാവും. അത് ആർക്ക് വെള്ളമെടുത്ത് ഉപയോഗിക്കാം? നമ്മൾ ഗാർഡനിങ് ചെയ്യുന്ന പോലെ ഉപയോഗിക്കാം. ആ ഓസാണ് ഒന്ന് ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കുക. അത് നിങ്ങൾ നോക്കുക. കണ്ടാ അതിന്റെ പ്രഷർ നോക്കുക, എത്ര ഡിസ്ചാർജ് ഉണ്ടെന്ന് നോക്കുക. നിങ്ങളെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഫയർ ഉണ്ടായി, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ഒരു ഫയർ സീൻ ഉണ്ടായാൽ നിങ്ങൾക്ക് തന്നെ ഒരാളെ വിളിക്കാതെ ആദ്യം ഇതെടുത്ത് ചെയ്യാൻ പറ്റും. എല്ലാ നിലകളിലും ഉണ്ട്. കണ്ടാ ഓസ്ട്രീലോസ് എന്ന് പറയും. ഓസ്ട്രീലോസ് ഇതൊന്ന് കണ്ട് അവനവന്റെ ഫ്ലോറിൽ എവിടെയൊക്കെ ഉള്ളത് കണ്ടുവയ്ക്കുക. ഓക്കെ, റെഡി. ഇതിന് പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല, നമുക്ക് ചെയ്യാവുന്നതാണ്. അത് ഫസ്റ്റ് എയ്ഡ് ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ് ആണ്. ഡെലിവറി ആണ്, പ്രൊഫഷണൽ ആണ്. ഓക്കെ, ശരി. അപ്പൊ നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഫസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ, ജസ്റ്റ് വളരെ തുടക്കമാണ് അല്ലേ? ഒരു എന്താ പറയുക, ഒരു തുള്ളി വെള്ളമാണ് അല്ലേ എവിടുന്ന് എടുത്തത്? കുളത്തിന്ന് ഒരു തുള്ളി വെള്ളമാണ്. കുളം അവിടെ പിന്നെ കിടക്കാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. മോക്ക് ഡ്രില്ലുകൾ ആവർത്തിക്കുക. 6 മാസത്തിൽ ഒരിക്കൽ ഒരു മോക്ക് ഡ്രില്ല് ചെയ്യാം. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എമർജൻസി ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാണ്ടേ ചോദിക്കാം.